എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കുഞ്ഞു വീഡിയോയിലേക്ക് വലിയൊരു സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഉപകാരപ്രദമാകുന്ന നല്ലൊരു വീഡിയോ ആണ് കേട്ടോ. മുടി നരയ്ക്കുന്നതൊക്കെയാണ് നമ്മുടെയൊക്കെ ഇപ്പോഴത്തെ ഒരു പ്രശ്നമെന്ന് എല്ലാവർക്കും അറിയാലോ. ആ നരച്ച മുടിയെ നമുക്ക് കറുപ്പിക്കാൻ 1 മിനിറ്റ് മതി. അതുപോലെ തന്നെ കിളിർത്ത് വരുന്ന മുടി നല്ല കറുപ്പോട് കരുത്തോട് കൂടി വരാനും നന്നായിട്ട് അല്ലാത്തവർക്കും മുടി നരയ്ക്കാത്തവർക്കും പോലും മുടി നല്ല സമൃദ്ധമായിട്ട് വളരാൻ പറ്റുന്ന കുറേയേറെ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ കേട്ടോ. ഒരു 8 മിനിറ്റിനകത്തുള്ളൊരു വീഡിയോയ്ക്കകത്ത് ഇതെല്ലാം നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മളിവിടെ എടുത്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നെല്ലിക്കയും അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ബീട്രൂട്ട് കൂടാണ്. ഒരു ബീട്രൂട്ട് 3 നെല്ലിക്ക, 3 അല്ലെങ്കിൽ 4 നെല്ലിക്ക എടുക്കുക. അതിൽ കൂടുതലോ കുറച്ചൊക്കെ എടുക്കാവുന്നതാണ്. ഇതിനെ നമുക്ക് നല്ലപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ കട്ടിയില്ലാതെ അരിഞ്ഞെടുത്താലും മതി. പല രീതിയിൽ നമ്മൾ ബീട്രൂട്ടും ഇതൊക്കെ വെച്ചിട്ട് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ഡൈയും നല്ലൊരു ഡ്രിങ്കാണ് നിങ്ങൾ പരിചയപ്പെടുത്തുന്നത് കേട്ടോ. ഈ ഒരു കൊടും ചൂടത്ത് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. നമ്മളിത് പുറമേ തേക്കുന്ന പോലെ തന്നെ പ്രാധാന്യമാണ് ഉള്ളിലോട്ട് എടുക്കുമ്പോഴും. ഇതിപ്പോൾ നല്ലപോലെ നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട്. നമ്മൾ വെയിലത്ത് വെച്ച് നല്ലപോലെ ഒന്ന് ഉണക്കിയെടുക്കണം. കുറഞ്ഞതൊരു 3 ദിവസത്തെ ഒരു വെയിൽ കിട്ടിയാൽ മതി. നല്ലപോലെ ഉണങ്ങി കിട്ടും. നമ്മൾ വെയിലെന്ന് പറയുമ്പോൾ ഒരു നല്ല വെയിലുണ്ടെങ്കിൽ 3 ദിവസം മതി. വെയിൽ നല്ല കുറവാണെങ്കിൽ അതിൽ കൂടുതൽ ദിവസം വേണ്ടി വരും കേട്ടോ. അത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. ഇതിപ്പോൾ 2 പാത്രത്തിലായിട്ടായിട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഒരു ബീട്രൂട്ട്, ഇടത്തരി വരുന്ന ഒരു ബീട്രൂട്ട്, 4 നെല്ലിക്ക, 4 കൂടുതൽ നെല്ലിക്ക വേണമെങ്കിൽ എടുക്കാം. നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താം കേട്ടോ. അതിൽ നിന്ന് കുറച്ച് മാത്രം എടുത്തിട്ട് നമ്മൾ ഇരുമ്പിൻ്റെ ചീനിച്ചട്ടിയിലോട്ടിട്ടൊന്ന് വറുത്തെടുക്കുകയാണ്. മറ്റേ നമ്മൾ വെയിലത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന അതിൻ്റെ ജലാംശം വറ്റി വരുമ്പോഴത്തേന് ഫ്രഷ് ആയിട്ടുള്ള ഹെന്നയാണ് കേട്ടോ, നമ്മുടെ മൈലാഞ്ചിയുടെ ഇലയാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ മൈലാഞ്ചിക്ക് പ്രത്യേകിച്ച് പരിചരണമൊന്നും കൊടുക്കേണ്ട. ഞാനൊരു ചെറിയ കമ്പ് കൊണ്ട് നട്ടതാണ്. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇതുപോലെ പാക്കുകളിലോ ഡൈകളിലൊക്കെ ഉപയോഗിക്കാനും വേണ്ടി കിട്ടാറുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ ഞവരയിലയാണ്. അതിനും പ്രത്യേകിച്ച് പരിചരണമൊന്നും വേണ്ട. ഒരു മൂട് നട്ടാൽ മതി. ഇടയ്ക്കൊന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കണമെന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതൊക്കെ നമുക്ക് സുലഭമായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഇതിനെയൊക്കെ പരിചരിച്ച് വളർത്തിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇതിനെ നമുക്ക് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണം. നല്ലതായിട്ട് നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ എടുക്കുമ്പോൾ പൊടിഞ്ഞു പോകുന്ന രീതിയിലാണ് വറുത്തെടുക്കണം കേട്ടോ. തീ ഒരുപാട് കൂട്ടിയിട്ട് കരിച്ച് പോകരുത്. ഇനി ഇതിൽ നമ്മൾ മെയിനായിട്ടുള്ള ചേരുവെന്ന് വെച്ചാൽ കരിഞ്ജീരകം. അത് 1-2 സ്പൂൺ അളവിലെടുക്കാം. നമ്മുടെ ആ ഒരു മുടിക്ക് അനുസരിച്ച് അളവുകൾക്ക് മാറ്റങ്ങൾ വരുത്താം കേട്ടോ. ഈ ഒരു പൗഡർ രീതിയിലോട്ട് മാറ്റാനും വേണ്ടിയാണ്. നമ്മൾ പുറത്തോട്ടൊക്കെ കൊടുത്ത് വിടണം, അല്ലെങ്കിൽ നമുക്ക് എന്നും ഇതുപോലെ മെനക്കെടാൻ വയ്യെങ്കിൽ കുറേയേറെ എടുത്തിട്ട് നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇത് 2-3 തവണ ഉപയോഗിക്കാനുള്ള രീതിയിലാണ് എടുക്കുന്നത് കേട്ടോ. വളരെ കുറച്ച് മാത്രം ഇതിൽ നിന്ന് എടുത്താൽ മതി. ഇതിനെ നമ്മൾ നല്ലപോലെ വറുത്തെടുക്കുന്നുണ്ട്. ഇത്രയും ചേരുവകൾ നമുക്ക് സുലഭമായിട്ട് കിട്ടുന്ന കാര്യമാണ്. കെമിക്കൽ ഡൈകളൊക്കെ ആണെങ്കിൽ ഒരുപാട് പേർക്ക് അലർജിയാണ്. ഉപയോഗിക്കുമ്പോഴേ അലർജി വരും, അല്ലെങ്കിൽ ഭാവിയിൽ എപ്പോഴെങ്കിലുമൊക്കെ അതിൻ്റെ സൈഡ് എഫക്റ്റ് മിക്ക ആൾക്കാർക്കും ഉണ്ടാവാറുണ്ട്. പിന്നെ അതിന് നല്ല പൈസയാണ്. അതിൻ്റെ കളറ് പെർമനൻ്റായിട്ട് നിലനിൽക്കുകയില്ല. തൽക്കാലത്തിന് മാത്രമേ ഉള്ളൂ അതിൻ്റെ ഒരു റിസൾട്ട് അല്ലേ. അന്നേരം ഡൈ ചെയ്യാൻ മടിയാണ് എങ്കിൽ ഇതുപോലുള്ള ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് മുടിയിൽ തേച്ച് കൊടുത്താൽ ആ ഒരു നരയെ കറുപ്പിക്കാൻ പറ്റും. നന്നായിട്ട് നമ്മുടെ മുടി നല്ലപോലെ കറുത്ത് ഇവിടെ തൂർന്ന മുടികൾ വളർന്നു വരികയും ചെയ്യും. നമ്മൾ നേരെ ചീനിച്ചട്ടിയിൽ നിന്ന് ഇനി നമ്മളൊരു കുഞ്ഞു മിക്സിയുടെ ജാറിലോട്ട് ഇതിനെ മാറ്റുകയാണ്. ഇതിലേക്ക് പിന്നെ തേയിലയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. വറക്കുന്ന സമയത്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ വേണമെങ്കിലും. അതിൽ നമ്മളൊരു പേപ്പർ വെച്ചിട്ടാണ് ഇതിൻ്റെ അടപ്പ് നമ്മളിങ്ങനെ അടച്ചു വെക്കുന്നത്. അങ്ങനെ വെക്കുമ്പോൾ ഉണ്ടാകുന്ന ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടപ്പിനകത്തൊന്നും ഈ പൊടി ആവത്തില്ല കേട്ടോ. അന്നേരം നല്ലപോലെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്, നല്ല പൗഡർ രീതി കിട്ടിയിട്ടുണ്ട്. തന്നെ ഞാനിത് അരിച്ചെടുക്കുന്നില്ല. അതിൽ തരിതരിയായിട്ട് കിട്ടുവാണെങ്കിൽ നല്ലപോലെ ഒന്ന് അരിച്ചിട്ടെടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് കേട്ടോ. നിങ്ങൾ വിചാരിക്കും മിക്സിയുടെ ജാർ എങ്ങനെ ക്ലീൻ ചെയ്യും? ഇത്രയും പ്രത്യേകിച്ച് മൈലാഞ്ചി മറ്റു കാര്യങ്ങളെല്ലാം ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ടല്ലോ. ഇത് നമ്മൾ ആഹാരം നമ്മളിത് വെച്ചിട്ട് നമ്മൾ അരപ്പൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നുണ്ട്. അന്നേരം അത് മാറ്റിയെടുക്കണമല്ലോ. അന്നേരം അതിനും നമുക്ക് മാർഗ്ഗമുണ്ട് കേട്ടോ, കാണിക്കാമേ. അത് നമ്മളത് അലോവേറ ജെല്ലിൻ്റെ ഒരു പാത്രത്തിലോട്ട്, ആ ഒരു ഡപ്പയിലോട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ചെറുതായിട്ടുണ്ട് കേട്ടോ, ഒത്തിരിയൊന്നുമില്ല ജെല്ല്. അതിലേക്ക് ആവണക്കണ്ണയുടെ എണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. നമുക്കത് നല്ലപോലെ മിക്സ് ചെയ്യാൻ പാകത്തിന്. കൃത്യം ഇത്ര വേണമെന്ന് ഞാൻ പറയണില്ല. കാരണം ആവണക്കണ്ണയുടെ എണ്ണയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മുടി നന്നായിട്ട് വളരാനും മുടി പെട്ടെന്ന് കറക്കാനും ഗുണകരമാണ് കേട്ടോ. ഇതുപോലൊന്ന് മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റൻറ്റ് ഡൈ ആയിട്ടും കുളിക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ തലയോട്ടിലും തലമുടിയിലൊക്കെ തേച്ച് കൊടുത്തിട്ട് നോർമൽ വാട്ടിൽ 1 മണിക്കൂറിന് ശേഷം കഴുകി കളഞ്ഞാൽ മതി. നല്ല റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ. ഇത്രയേറെ ഗുണങ്ങളുണ്ട്. ഇരിക്കും തോറും ഈ ഒരു
മിക്സിങ്ങിൻ്റെ ഓയിലെന്ന് പറയാൻ പറ്റില്ല നമുക്ക്, അതൊരു കുഴമ്പ് രീതിയിലാണല്ലോ കിട്ടണത്. അതിന് നല്ല റിസൾട്ട് കിട്ടും. ഇതിൻ്റെ കളറ് നിങ്ങൾക്ക് കാണുമ്പം തന്നെ മനസ്സിലാവും. ഇത് നമ്മൾ കുറച്ചൊന്ന് ഡ്രൈ ആയതിന് ശേഷം മാത്രം ഇതിൻ്റെ മുകളിലോട്ട് വെള്ളം ഒഴിച്ചാണ്. അത് പടരത്തെയൊന്നുമില്ല കേട്ടോ, അതിന് ഞാൻ ഗ്യാരണ്ടി. പ്രത്യേകിച്ച് ആവണക്കണ്ണയുടെ എണ്ണയ്ക്കൊരു പ്രത്യേകതയുണ്ട്, കുറച്ച് തിക്കായിട്ടുള്ളതാണല്ലോ. നമ്മൾ മിക്സിയുടെ ജാറിനകത്ത് ഒരു തുള്ളി ലിക്വിഡ് ഒഴിച്ചിട്ട് നല്ലപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ആ മിക്സി നല്ല ക്ലീൻ ആയിട്ടുണ്ട്. നമ്മളിപ്പം മുടി നരച്ച് നല്ലപോലെ കാണാൻ പാകത്തിൽ നരച്ച് വെച്ചാൽ ആടുപോലെ നരച്ചിട്ടില്ല, നമുക്ക് കാണാൻ പറ്റും ഇത്രത്തോളം നരയുണ്ട്. ഇതിന് നമുക്ക് 1 മിനിറ്റ് കൊണ്ട് കറുപ്പിച്ചെടുക്കുന്നത് കാണിക്കാമേ. നമ്മുടെ ആവണക്കണ്ണയുടെ എണ്ണയും കുറച്ച് മാത്രം അലോവേറ ജെല്ല് ആ ഡപ്പയിലുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അലോവേറ ജെല്ല് ചേർക്കുന്ന നിർബന്ധം ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. നമ്മൾ പല രീതിയിൽ ഇൻസ്റ്റൻറ്റ് ഡൈകളുണ്ട്, കരി എടുത്തിട്ട് ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾ വറുത്ത് പൊടിച്ചിട്ട് നല്ലപോലെ പൊടിയായിരിക്കണം, നല്ല പൗഡർ രീതിയിലായിരിക്കണം കേട്ടോ. അതിൽ നിന്ന് കുറച്ച് നമ്മൾ നമ്മുടെ കയ്യിലോട്ട് തേച്ചിട്ട് അല്ലെങ്കിൽ ബ്രഷ് ഉപയോഗിച്ചോ ഇത് നമ്മുടെ തലയിൽ ഇങ്ങനെ ഒന്ന് തേച്ച് കൊടുക്കാം. തേച്ച് കൊടുത്തിട്ട് ഇത് ഡ്രൈ ആയതിന് ശേഷം മാത്രം നമ്മൾ പുറത്ത് പോകുന്നതാണ് കേട്ടോ. അന്നേരം നന്നായിട്ട് അതിനകത്ത് പിടിച്ചിരിക്കും. പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുമ്പോഴാണ് നന്നായിട്ട് മുടി കറുത്ത് ഇടതൂർന്ന് വരുന്നത്. ഈ ഒരു മുടിയിൽ നമ്മൾ തേച്ച് കൊടുത്തിട്ട് തലമുടി ചീവുന്ന ചീപ്പും കൊണ്ട് ഇതിങ്ങനെ ചീവുമ്പം തന്നെ മനസ്സിലാവുന്നത് നല്ല പോലെ മുടി കറുത്ത് ഇരിപ്പുണ്ട് കേട്ടോ. കറുപ്പെന്ന് പറയുമ്പോൾ ഡൈ ചെയ്യുന്ന ഡാർക്ക് കറുപ്പല്ല, നോർമൽ മുടിയുടെ കറുപ്പാണ് വരുന്നത് കേട്ടോ. നമ്മളിത് തേച്ച് നല്ലപോലെ ഡ്രൈ ആയതിന് ശേഷം മാത്രം പുറത്ത് പോകാം. അല്ലാതെ ഇത് കുളിക്കുന്നതിന് മുമ്പ് ഇതൊരു ഓയിൽ രീതിയിലോട്ട് അല്ലെങ്കിൽ നമ്മളൊരു പാക്ക് രീതിയിലോട്ടാണ് കൊണ്ടുപോകുന്നതെങ്കിൽ ഇതിനെ നമ്മൾ ഒന്ന് തലയോട്ടിലും തലമുടിയിലും നല്ലപോലെ തേച്ച് കൊടുത്തിട്ട് ഒരു മണിക്കൂറിന് ശേഷം നോർമൽ വാട്ടറിൽ കഴുകി കളയാം. ഇങ്ങനെ സ്ഥിരമായിട്ട് ചെയ്യുമ്പം നല്ലപോലെ പെർമനൻ്റ് ആയിട്ട് റിസൾട്ട് കിട്ടും. ഇൻസ്റ്റൻറ്റ് ആയി ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ഇത് ട്രൈ ചെയ്യാം കേട്ടോ. അന്നേരം ട്രൈ ചെയ്ത് നോക്കുക. യാതൊരു വിധമായ സൈഡ് എഫക്റ്റ് ഇല്ലാത്ത കാര്യമാണ്. ആവണക്കണ്ണയുടെ എണ്ണയുടെ ഗുണങ്ങളിലോട്ടൊന്നും ഞാൻ പോകുന്നതിന് എല്ലാവർക്കും അറിയാമല്ലോ. അന്നേരം നമ്മൾ നമ്മുടെ നെല്ലിക്ക ബീട്രൂട്ടും ചേർന്നിട്ടുള്ള മിക്സിങ് നല്ലപോലെ ഉണങ്ങി വന്നിട്ടുണ്ട്. ഞാനൊരു 3 ദിവസം എടുത്തുള്ള നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള ചേരുവകൾ ചേർത്ത് കൊടുക്കാം. ഇതിനെ പൊടിച്ചെടുത്ത് വെക്കുക എന്നുള്ളതേ ഉള്ളൂ, കേടാവാണ്ടിരിക്കാനും വേണ്ടി. ഇത് കേടാവത്തില്ല, ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. പുറത്ത് വെച്ചാലും കുഴപ്പമൊന്നുമില്ല, നല്ലതായിട്ട് വെയിൽ കൊണ്ട് ഉണങ്ങിയതാണല്ലോ. അതിന് ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് വെച്ചാൽ സിമ്പിളായിട്ടുള്ള ചേരുവ നമ്മുടെ പഞ്ചസാരയും ലേശം ഉപ്പ്. നിങ്ങൾക്ക് ഇതിന് വെറൈറ്റി ടേസ്റ്റ് വേണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ വെറൈറ്റി ടേസ്റ്റിന് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിൻ്റെ അടുത്ത് പച്ചമുളക് ഉണക്കാം, ഇഞ്ചി ചേർക്കാവുന്നതാണ് ഉണക്കി. അന്നേരം അതൊക്കെ ഫ്രഷായിട്ടാണ് ആ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നതെങ്കിൽ ഇതിൻ്റെ കൂട്ടത്തിൽ മിക്സ് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ പഞ്ചസാരയും ഉപ്പും കൂടെ മിക്സ് ചെയ്തിട്ട് നല്ലപോലെ പൊടിച്ചെടുക്കുമ്പോഴത്തേനും ഒരു ഇളം റോസാണേ. ഇതല്ല, ഇത് വെള്ളത്തിൽ കലക്കുമ്പം നിങ്ങൾ വീഡിയോയുടെ തുടക്കത്തിൽ കണ്ട പോലെ നല്ല ഡാർക്ക് ബീട്രൂട്ടിൻ്റെ കളർ കിട്ടും കേട്ടോ. ശരിക്കും നമുക്ക് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ളൊരു പൗഡറാണ്. പഞ്ചസാര ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ശർക്കരയോ പനങ്കൽക്കണ്ടോ അല്ലെങ്കിൽ കൽക്കണ്ടോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ഇല്ല, ഇപ്പോൾ ഷുഗർ ഉള്ളവരാണെങ്കിൽ പഞ്ചസാര അവോയ്ഡ് ചെയ്തിട്ട് ഉപ്പ് മാത്രം, എന്നാലും നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടണമെങ്കിൽ ഈ രീതി ചെയ്യണം കേട്ടോ. അന്നേരം ഇത് നമ്മളൊരു ചെറിയൊരു ഡപ്പയിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഒരു 2 സ്പൂൺ 1 സ്പൂണ് മതി കേട്ടോ നമുക്ക് നല്ലൊരു ഗ്ലാസ് വെള്ളം കലക്കാനും വേണ്ടി. ഞാൻ ലേശം ഐസ് ക്യൂബ്സിനകത്തോട്ട് ഇതിട്ട് കൊടുക്കുന്നത്. തൈരിൽ മിക്സ് ചെയ്ത് കുടിക്കുക കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതിനെ മാറ്റാം കേട്ടോ. നല്ല പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ്. അന്നേരം ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. വളരെ സിമ്പിളാണ്, എന്നാൽ നല്ല ടേസ്റ്റുമാണ്. ഇതിനകത്ത് നമ്മുടെ പുതിനയിലയും കൂടി ഇടുമ്പോഴത്തേന് നല്ലൊരു എന്താ പറയുക, ഒരു ഫ്രഷ് ഫീൽ കിട്ടുന്ന ഒരു ഡ്രിങ്കാണ് കേട്ടോ. ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. നമ്മുടെ കുഞ്ഞു വീഡിയോ ആയിരുന്നു. നമുക്ക് സുലഭമായിട്ട് കിട്ടുന്ന കാര്യങ്ങൾ വെച്ചിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന 2 കാര്യങ്ങളാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇൻസ്റ്റൻറ്റായി അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ കഴിക്കുന്ന പോലെ തന്നെ പ്രാധാന്യമാണ് ഇത് നമ്മൾ ഉപയോഗിക്കുമ്പോഴും. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. ഇതിൻ്റെ കളർ തന്നെ ഭയങ്കര അട്രാക്റ്റീവാണ് കേട്ടോ. ഡൈയും നല്ല നമുക്ക് റിസൾട്ട് കിട്ടുന്നതാണേ.